ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മണലിപ്പുഴയുടെ കരയിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേവസേനാപതി ഭാവത്തിലുള്ള സുബ്രഹ്മണ്യൻ മുഖ്യപ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ, പാർവതി, ഗണപതി, അയ്യപ്പൻ, ശ്രീരാമൻ, ഹനുമാൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ഇവിടെയുള്ള സുബ്രഹ്മണ്യനെ ആദ്യം പ്രതിഷ്ഠിച്ചത് ചിന്മയാനന്ദ സ്വാമികളാണ്. പഴനി ക്ഷേത്രത്തിലേതുപോലെ ഒരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലും അവിടെയുള്ള പല ചടങ്ങുകളും നടത്തപ്പെടുന്നുണ്ട്. മുണ്ടനം അതിൽ പ്രധാനമാണ്. കേരളത്തിൽ മുണ്ടനം വഴിപാടായി നടത്തുന്ന ഏക ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഇവിടം. കുംഭമാസത്തിലെ പൂയം നാളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന വിശേഷം. കൂടാതെ വൃശ്ചിക മാസത്തിലെ അയ്യപ്പൻ വിളക്ക്, ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി, ശിവരാത്രി, കന്നിമാസത്തിലെ ആയില്യപൂജ എന്നിവയും ഇവിടെ പ്രാധാന്യത്തോടെ ഭക്തിപൂർവം കൊണ്ടാടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ സുബ്രഹ്മണ്യ വിഗ്രഹം പഴനിയിലേക്ക് അഭിമുഖമായി കിഴക്കോട്ട് ദർശനമായി കാണപ്പെടുന്നു. വട്ടശ്രീകോവിലാണ് ഇവിടെ. ഗോപുരം തമിഴ് ശൈലിയിലാണെങ്കിലും ശ്രീകോവിലും മറ്റും കേരളീയ ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 239 പടികൾ കയറിയിട്ട് വേണം മുകളിലെത്താൻ. പടികൾ കയറാൻ താൽപ്പര്യമില്ലാത്തവർക്ക് വാഹനത്തിലൂടെ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് എത്തിച്ചേരാവുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1000 അടി മുകളിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ കുറേ ഭാഗങ്ങൾ ഇവിടെ നിന്ന് ദർശിക്കാനാവും. കുന്നിന് താഴെ അടിവാരം ഗണപതി കോവിലുണ്ട്. അവിടെ തേങ്ങ ഉടച്ച് കാവടിയെടുത്ത് പടി കയറുക എന്നത് ഒരു പ്രധാന വഴിപാടായി കണക്കാക്കുന്നു. സ്കന്ദപുരാണപ്രകാരം ചോച്ചം അഥവാ മരവുരി ധരിച്ച സപ്തർഷികൾ തപസ് ചെയ്ത ചേരിയിൽ സുബ്രഹ്മണ്യസ്വാമി നിവസിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ചോച്ചം, ചേരി എന്നിവ ചേർന്ന് ചോച്ചേരി എന്നായി എന്നും അങ്ങനെ അത് ചോച്ചേരിക്കുന്നായി മാറി എന്നും കണക്കാക്കപ്പെടുന്നു. സ്വന്തം സ്വരൂപത്തെ ത്യജിച്ച സുബ്രഹ്മണ്യസ്വാമിയുടെ രൂപഭേദം തീരുന്നതിനായി പാർവതീദേവി ഷഷ്ഠിവ്രതം അനുഷ്ഠിച്ചു എന്നും വ്രതത്തിൻ്റെ അവസാനത്തിൽ സുബ്രഹ്മണ്യസ്വാമി സർപ്പാകാരത്തിൽ സർവദേവതാ സമന്വിതനായി ദേവിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും പറയപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ കരസ്പർശത്താൽ ആ സർപ്പരൂപം മാറി സുബ്രഹ്മണ്യൻ സ്വരൂപത്തെ പ്രാപിച്ചു എന്നും പ്രതിപാദിക്കപ്പെട്ടതായി കരുതുന്നവരുണ്ട്. ഇപ്രകാരം സർപ്പദോഷ ശാന്തിത്വം ഉപാസന ചെയ്യുന്ന സുബ്രഹ്മണ്യ ചൈതന്യമാണ് ചോച്ചേരിക്കുന്നിൽ നിലകൊള്ളുന്നത്.